വീണ്ടും വാർത്തകളിലേക്ക്. ശ്രീരഞ്ജിനി കലാക്ഷേത്രം ചന്ദ്രാപ്പിന്നി കാളമുറി ശാഖകളുടെ 2ാം വാർഷികാഘോഷം നടത്തി. കാളമുറി നോബൽ പാലസിൽ നടന്ന ചടങ്ങിൽ സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റ് ചെയ്യാൻ ആരുമില്ല. ആ സമയത്ത് അദ്ദേഹം എന്നെ സജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി. അങ്ങനെ ശ്യാം, ദക്ഷിണമൂർത്തി, രാഘവൻ മാഷ്, അങ്ങനെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞാണ് പിന്നെ ഞാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തതിൻ്റെ 1 മുതൽ 0 വരെ എന്നൊക്കെ ചെയ്ത തുടങ്ങിയ പ്രത്യേകത. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇരിക്കുന്ന കൊച്ചുമക്കൾ ഒരുപാട് കഴിവുള്ളവരായിരിക്കും. നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ നിങ്ങൾ മ്യൂസിക്കിനോട് ഒരുപാട് അടുക്കും തോറും മ്യൂസിക് നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളിലേക്ക് വരും. നമ്മൾ മ്യൂസിക്കിലേക്ക് ഒരുപാട് ചെല്ലുന്തോറും ദൈവം നമ്മൾ ഒരുപാട് അനുഗ്രഹിക്കും. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു അധ്യക്ഷത വഹിച്ചു. മാസ്റ്റർ ഫാമിസ്, ആലില മുരളി എന്നിവർ മുഖ്യ അതിഥികളായി. കെ ബി ജനാർദ്ദനൻ, വസന്തൻ മാസ്റ്റർ, ഉല്ലാസ് കാളമുറി, സുദീപ് മാസ്റ്റർ, ഗിരീഷ് വലപ്പാട് എന്നിവരും സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചന്ദ്രാപ്പിന്നി യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ഉദ്ഘാടനവും വാർഷിക സമ്മേളനവും നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് പി ശിവരാമൻ പതാക ഉയർത്തി. MK ഹസനൽ ഹാജി വ്യാപാര ഭവൻ ഉദ്ഘാടനവും നിർവഹിച്ചു. തുടർന്ന് നടന്ന വാർഷിക സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. രവീന്ദ്രൻ ഉള്ളാട്ടിൽ, KM ഇബ്രാഹിം, PS ബഷീർ, P പവിത്രൻ, AM യൂസഫ് എന്നിവരും സംസാരിച്ചു. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് എത്താൻ പറ്റാത്തതിൽ ഖേദമുണ്ട്. എന്തായാലും അതിലൊക്കെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന ജനറൽ സെക്രട്ടറിയുടെ വിയോഗം വലിയൊരു നമ്മുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ അത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറവ് സംഘടനാ തലത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ നികത്താനും കഴിഞ്ഞിട്ടില്ല എന്നാണ് കുറച്ച് സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ എന്തുകൊണ്ടും അനിവാര്യമായ ഒരു വിയോഗം അതെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അത് നമ്മുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് പ്രവർത്തിക്കുന്നത് ഏകോപന സമിതിയുടെ മെമ്പർമാർക്കുള്ള ഗുണങ്ങളോടൊപ്പം തന്നെ സമൂഹത്തിന് കൂടി ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് നമ്മൾ വളർന്നിരിക്കുകയാണ്. ഓടിക്കളിക്കുന്നതിനിടെ കാൽ തെറ്റി വീണ് പരിക്കേറ്റ 4 വയസ്സുകാരന് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പേവിഷബാധയ്ക്കുള്ള ചികിത്സ നൽകിയത് വിവാദമാകുന്നു. എടവിലങ്ങ് കാതിയാളം കൊണ്ടംപുള്ളി അബ്ദുൽ അസീസിന്റെ മകൻ ഹാഷിമിനാണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും അനാവശ്യമായി പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് നൽകിയത്. ഫാർമസിയിൽ മരുന്ന് വാങ്ങാനെത്തിയപ്പോഴാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ സംഭവം അറിയുന്നത്.
2 ഇഞ്ചക്ഷൻ മരുന്ന് എഴുതിയിട്ടുണ്ടെന്ന് ഫാർമസിയിൽ നിന്നും പറഞ്ഞതിനെ തുടർന്ന് ആശുപത്രി ജീവനക്കാരോട് തിരക്കിയപ്പോഴാണ് കുട്ടിക്ക് പേ വിഷബാധ മരുന്ന് കുറിപ്പ് നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഡോക്ടറെ വീണ്ടും സമീപിച്ചപ്പോൾ കുറിപ്പടിയിൽ പേന കൊണ്ട് തിരുത്തുകയായിരുന്നുവത്രേ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഗുരുതരമായ വീഴ്ച വരുത്തിയത്. സംഭവത്തെക്കുറിച്ച് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. കൊടുങ്ങല്ലൂരിൽ സ്ത്രീകൾക്കായി സ്വയം രക്ഷാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിംഗിന്റെ ആഭിമുഖ്യത്തിലാണ് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എങ്ങനെ സ്ത്രീയെ ശാക്തീകരിക്കാൻ കഴിയും? ശാരീരികമായി ശാക്തീകരിക്കുന്നതോടൊപ്പം മാനസികമായ ഏകാഗ്രത ഉണ്ടാക്കുക. അത് യഥാർത്ഥത്തിൽ പറയുമ്പോൾ കരാട്ടയ്ക്ക് ഒരു പ്രത്യേകത, ഈ ഒരു ആർട്ടിന്റെ ഒരു പ്രത്യേകത, ഹാർമോണിക് യൂണിയൻ ഓഫ് മൈൻഡ്, ബോഡി ആൻഡ് സോൾ. മനസ്സും ശരീരവും ആത്മാവും ഒന്നായി സാമഞ്ജസ്യത്തോടു കൂടി സമ്മേളിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ആർട്ടാണ് കരാട്ടെ. നമുക്ക് പറയും മാർഷൽ അതിനേക്കാൾ നന്നായിട്ട് ആധികാരികമായിട്ട് പറയും. പക്ഷെ ഇത് അങ്ങനെയാണ്. നമുക്ക് ഒരുപിടി കാര്യങ്ങൾ ഈ ശാരീരികമായ ഒരു പ്രയാസം നേരിടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് CC അനിത, ശങ്കരൻ കളരിക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. മൃദുല മധു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നമ്മളെ ഒരാള് പിടിച്ചു വലിക്കുന്ന നേരത്ത് സ്ത്രീകൾ സാധാരണ രീതിയിൽ വിടുവിടുന്നോണ്ട് ഇങ്ങനെ കുനിഞ്ഞു പോകുന്ന ഒരു രീതിയല്ല. അതിന് പകരം വിട് എന്ന് ഉറക്കെ പറയാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കുക. അല്ലെങ്കിൽ കൈയൊന്ന് ആഞ്ഞടിക്കാൻ വിഷമിക്കേണ്ട കാര്യമില്ല. റോഡിലല്ലാതെ അടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. അതായത് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ നമ്മള് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പിടിച്ചു നിർത്തി മാല പൊട്ടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പിടിച്ചു വലിക്കുന്ന ഒരാളെ ആക്രമിക്കുന്നതിന് ഒഴിഞ്ഞ് എന്താ പറയുക, തളർന്ന കൈ തന്നെ പരക്കടിക്കുന്ന കൈ തന്നെ വളരെ ശക്തിയായിട്ടുള്ള ഒരു വെപ്പണാണ്. അത് ഉപയോഗിക്കുന്നത് ഫേസിലേക്ക് ഡയറക്റ്റ്. പടിഞ്ഞാറ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നടത്തി. കോളേജ് ഹാളിൽ നടന്ന കുടുംബസംഗമം ഗണിതശാസ്ത്ര വിഭാഗം മേധാവി VK സാവിത്രി ഉദ്ഘാടനം ചെയ്തു. V ശൈലൻ, ഡോക്ടർ KP സുമേധൻ, മുഹമ്മദ് അഷ്റഫ്, ഡോക്ടർ VR ജയലക്ഷ്മി എന്നിവരും സംസാരിച്ചു. അഴീക്കോട് പുത്തൻപള്ളിയിൽ സ്വലാത്ത് മജ്ലിസ് വാർഷികാഘോഷം നടത്തി. മഹല്ല് ഖത്തീബ് അബ്ദുൽ കരീം സഖാഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ കരീം ഹാജി അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം ഖലീൽ ബുഹാരി തങ്ങൾ സ്വലാത്തിന് നേതൃത്വം നൽകി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മുസ്തഫ ബാക്കവി തെന്നല, മാടവര ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ, KPS തങ്ങൾ, ശുവൈബ് മദനി എന്നിവരും സംസാരിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആ ചെറുപ്പക്കാരോട് നല്ല സ്നേഹമുണ്ടായി. കാരണം അവർ തീവ്രവാദികളായിട്ടില്ല, ഭീകരവാദികളായിട്ടില്ല, നിയമം കയ്യിലെടുത്തിട്ടില്ല. അവരുടെ ബാപ്പയെ കൊന്നിട്ടും അവർ ആ കേസ് കോടതിയിൽ ബോധിപ്പിച്ച് കോടതിയുടെ നടപടി കാത്തിരിക്കുകയാണ്. അവർ സ്വയം നടപടിയിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആ ചെറുപ്പക്കാരോട് നല്ല സ്നേഹം തോന്നി. മഹാനവറുകൾ ഈ മനുഷ്യനോട് ചോദിച്ചു, ഇവരുടെ ബാപ്പയെ നിങ്ങൾ കൊന്നിട്ടുണ്ടോ? അദ്ദേഹം സമ്മതിച്ചു, ഞാൻ കൊന്നിട്ടുണ്ട്. സമ്മതിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി വേണം. ഇസ്ലാമിക നിയമപ്രകാരം നിരപരാധിയായ ഒരു മുഅ്മിനിനെ കൊന്നുകളഞ്ഞാൽ അവനെ പകരം കൊല്ലാൻ കോടതി വിധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പകരം കൊല്ലാൻ വേണ്ടി വിധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൊല്ലുന്നതിന് കുഴപ്പമില്ല, പക്ഷേ 3 ദിവസം എനിക്ക് അവധി തരണം. കുരിക്കുഴി ഗ്രാമലക്ഷ്മിയിൽ വെള്ളിമൂങ്ങയെ പിടികൂടി. ബുധനാഴ്ച രാത്രി നാട്ടുകാരാണ് ഗ്രാമലക്ഷ്മി വെസ്റ്റ് പാലത്തിന് സമീപത്തു നിന്നും വെള്ളിമൂങ്ങയെ പിടികൂടിയത്. മതിലകം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയും ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി വെള്ളിമൂങ്ങയെ കൊണ്ടുപോവുകയും ചെയ്തു. വീണ്ടും പ്രധാന വാർത്തകൾ. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് AITUC കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. കുഞ്ഞുണ്ണി മാഷ് അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാഷിന്റെ 87ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് കുട്ടേട്ടൻ പുരസ്കാര സമർപ്പണവും
ഡോക്ടർ കുമുള്ളി ശിവരാമൻ എഴുതിയ കുഞ്ഞുണ്ണിയിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൾഡ് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ഉണർവ് 2014 എന്ന പേരിൽ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.